ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിയും വർഷയും കൂടി ഇരുന്ന് സംസാരിക്കുക. സന്തോഷത്തോടെയല്ല ഞങ്ങൾ കഴിയുന്നത്. സച്ചൻ്റെ അമ്മയ്ക്ക് ഞങ്ങളെ ഇഷ്ടമല്ല, എന്നെ ഇഷ്ടമല്ല. പിന്നെ നമ്മുടെ ജീവിതത്തിൽ പലരും പലതും പറയും. സ്വന്തം മകളെന്ന പോലെയാണ് ഞാൻ അദ്ദേഹത്തിന്. എൻ്റെ അച്ഛൻ എനിക്ക് മതി, എനിക്ക് അത് മതി എന്നൊക്കെ പറഞ്ഞു. നീ നോക്കു വർഷ, പ്രശ്നങ്ങളൊന്നുമില്ലാത്ത കുടുംബങ്ങളില്ല. പിന്നെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ സെൻറ്റിമെൻ്റലായിട്ട് ചേച്ചി നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് വർഷ നേരം പറഞ്ഞു. നിങ്ങൾക്ക് സിനിമയിലും സീരിയലൊക്കെ അഭിനയിക്കാം, ഞാൻ വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്ത് ചാൻസ് വാങ്ങിച്ചു തരാം. നീ എന്താ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചു. വർഷയുടെ അഹങ്കാരം അവസാനിപ്പിക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ രേവതി ശ്രമിക്കുക കേട്ടോ. നിന്നെയൊന്നും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനേ സാധിക്കുന്ന കാര്യമല്ല. കല്യാണം കഴിഞ്ഞു, ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ജീവിക്കാൻ നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്തിനത് അഡ്ജസ്റ്റ് ചെയ്യണം? ഇതെന്താ ബിസിനസ്സോ മറ്റോ ആണോ അഡ്ജസ്റ്റ് ചെയ്യാൻ? എനിക്കൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു. വർഷം വലിയ ആളാകുമ്പോൾ കുടുംബത്തോടൊപ്പം കഴിയാൻ നിന്നെ കൊണ്ട് പറ്റില്ല, ശ്രീകാന്തിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റില്ല. പിന്നെ നീയൊക്കെ എന്തിനാ കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചു. ദേ, പ്രണയിച്ച് വീട്ടുകാരറിയാതെ കല്യാണം കഴിച്ചു, 4 ദിവസം കഴിഞ്ഞപ്പം മടുത്തു. ഭർത്താവിൻ്റെ കുറ്റവും കുറവും പറയാനായിട്ട് വന്നിരിക്കുക ഇപ്പോൾ ഒന്നും പറഞ്ഞുകൊണ്ട് രേവതി ദേഷ്യപ്പെടുക. ഇപ്പം നടക്കുന്നതൊക്കെ അങ്ങനെയാണല്ലോ. കല്യാണം കഴിഞ്ഞ് 4-ാം നാള് ഡിവോഴ്സ്. ഇതിനൊന്നും കല്യാണം പ്രണയം എന്നൊന്നും അല്ല പറയാൻ പറ്റുന്നത്. കുട്ടികൾക്ക് കളിക്കാനായി പാവ വാങ്ങി കൊടുക്കാറില്ലേ? 4 നാൾ കഴിഞ്ഞാൽ കുട്ടികൾ അതിനെ കളഞ്ഞിട്ട് വേറെ ഒരെണ്ണം വാങ്ങിത്തരാൻ പറയില്ലേ? അതുപോലെ ഇതൊന്നും പറഞ്ഞ് ദേഷ്യപ്പെടുക നമ്മുടെ രേവതി വർഷയോട്. പിന്നെ നിന്നോടൊന്നും പറഞ്ഞിട്ടെ ഒരു കാര്യമില്ല വർഷേ, നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്ക്, അനുഭവം കൊണ്ട് പഠിച്ചോളും നീ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ദേഷ്യപ്പെടുക. ശരി, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് വർഷയുടെ അടുത്ത് നിന്ന് രേവതി പോകും. ചേച്ചി നിക്ക് പോവല്ലേ ചേച്ചി എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് പിടിച്ചു നിർത്തുക രേവതിയെ. ചേച്ചി ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറഞ്ഞു. അപ്പോൾ നീ പറയുന്നത് ഞാൻ കേൾക്കണോ? ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വെറും ഒരു മണ്ടി, നീ വിളിക്കുമ്പോൾ ഓടി വരരുതായിരുന്നു, നീ എന്നെ ഒന്ന് വിട്ടേക്ക് എന്നും പറഞ്ഞ് രേവതി ദേഷ്യപ്പെടുക. ദേ, നീ പറയുന്നത് കേൾക്കാൻ നിനക്ക് വേറെ ആരെയും കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ അടുത്തൊരു കുന്നുണ്ട്, അതിന് മുകളിൽ കയറി ചെന്ന് നിന്ന് ഉറക്ക വിളിച്ചു പറ, എന്നോട് ഇനി നീ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. എനിക്കത് കേൾക്കാനും താല്പര്യമില്ലെന്ന്. അതും പറഞ്ഞ് നമ്മുടെ രേവതി പോകുമ്പോൾ ചേച്ചി ഒന്ന് നിൽക്കാൻ പറഞ്ഞു വർഷ. ഞാൻ എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളാണ് പറഞ്ഞത്. ചേച്ചിക്ക് അതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന്. നിന്റെ മനസ്സിലുള്ളത് വിഷമമല്ല, സ്വാർത്ഥതയാണെന്ന് രേവതി അന്നേരം വർഷയോട് പറയാം. ഒറ്റ മോളല്ലേ, കല്യാണം ഒഴിച്ച് നീ പറഞ്ഞതൊക്കെ നിന്റെ അച്ഛനും അമ്മയും നിനക്ക് നടത്തി തന്നിട്ടുണ്ടാവും, അതാണ് പ്രശ്നമായതെന്ന് രേവതി വർഷയോട് അന്നേരം പറഞ്ഞു കേട്ടോ. നിന്റെ വാശിയും ആഗ്രഹവും ഒക്കെ നടക്കണം. നിനക്കാണെങ്കിൽ മറ്റാരെക്കുറിച്ചും ഒരു ചിന്തയോ കാര്യങ്ങളോ ഒന്നുമില്ല. ശ്രീകാന്ത് നീ പറയുന്നതനുസരിച്ച് ജീവിക്കണം, അത് മാത്രമാണ് നിന്റെ മനസ്സിൽ, മറ്റൊന്നും നിന്റെ മനസ്സിലില്ല, ശരിയല്ലെന്ന് ചോദിച്ചു. എനിക്കല്ല, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തതെന്ന് രേവതി അന്നേരം പറഞ്ഞു. ദേ, ഒരിക്കൽ നീ എന്നെ ബലിയേടാക്കിയതാ, അത് നീ മറക്കരുതെന്ന് പറഞ്ഞു. ഞാനിങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു എന്നാണ് ഇപ്പം എനിക്ക് തോന്നണതെന്നും വർഷ. ദേ, നമ്മൾ 2 പേരും 2 ധ്രുവങ്ങളിലുള്ളവരാ. നിന്റെ ലോകം വേറെ, എൻ്റെ ലോകം വേറെയാണെന്നും രേവതി വർഷയോട് പറഞ്ഞു കേട്ടോ. ഞാൻ പറയുന്നത് ഒരിക്കലും നിനക്ക് മനസ്സിലാവില്ല എന്നും രേവതി പറഞ്ഞിട്ട്, എന്തോ നീ പറയാറില്ലേ, നെവർ എവർ, അതാണ് നിൻ്റെയും എൻ്റെയും കാര്യത്തിൽ സംഭവിച്ചെന്ന് പറഞ്ഞു നമ്മുടെ രേവതി അവളെ പെരുവഴിയിൽ ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോയി. അപ്പോൾ രേവതി അവിടെ നിന്ന് അങ്ങ് പോരുന്നു. ഈ സമയത്ത് റോഷനാണെങ്കിൽ വഴിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഈ സമയത്ത് ദേ നമ്മുടെ വർഷ അതുവഴി വരുന്നു. വർഷ അതുവഴി വന്നപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഷൻ അവിടെ നിൽക്കുന്നതാണ്. റോഷനെ കണ്ടപ്പോഴേക്കും വർഷ കാണാത്ത മട്ടിൽ അങ്ങ് പോകുന്നു. പക്ഷെ റോഷൻ അവളെ വിടാൻ തീരുമാനിച്ചിട്ടുണ്ടോ? നേരെ മുന്നിൽ വന്ന് നിൽക്കുക. ദേ, നീ നന്ന സുഖമായിട്ട് ജീവിക്കുകയാണല്ലേ, ഇനി അങ്ങോട്ടുള്ള കാലം അത്ര സുഖകരമായിരിക്കില്ല എന്ന് റോഷൻ വർഷയോട് പറയണു കേട്ടോ. അതും പറഞ്ഞതേ ആസിഡ് കുപ്പി എടുത്ത് നമ്മുടെ വർഷയുടെ നേരെ കാണിക്കുക. അപ്പോൾ ഹാർട്ടും സാധനമാണെന്ന് പറഞ്ഞു. അങ്ങനെ വർഷയുടെ മുഖത്ത് എൻ്റെ തമ്പുരാനെ ഇതേ ഈ റോഷൻ കൊണ്ടുവന്ന് ആസിഡ് ഒഴിക്കാൻ നോക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് നിൻ്റെ മുഖത്തേക്ക് ഒഴിച്ചാലേ എന്താ രസം എന്ന് നിനക്കറിയാവോ? നീ എന്നെ ചതിച്ചു, എൻ്റെ ജീവിതം നീ തകർത്തു, നീ ഒരിക്കലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല വർഷ, നിന്നെ ഞാൻ ഇറക്കില്ല വർഷ എന്ന് പറഞ്ഞുകൊണ്ട് ഇവനാണെങ്കിൽ കുറേ പേരെ കൂട്ടിക്കൊണ്ട് വന്നു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുക നമ്മുടെ വർഷയെ. പോമാരെല്ലാം കൂടെ വർഷയുടെ 2 കൈയിലും പിടിച്ചിരിക്കുന്നു. ഇവനാണെങ്കിൽ ഈ ആസിഡ് നമ്മുടെ വർഷയുടെ മുഖത്തേക്ക് ഒഴിക്കാൻ തുടങ്ങുക. അപ്പോൾ അടങ്ങി നിൽക്കടി എവിടെയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നു. അപ്പോൾ വർഷ പറയുന്നുണ്ട്, റോഷ പ്ലീസ് വേണ്ടാന്ന്. പക്ഷേ ഇവൻ ഒഴിക്കാൻ വേണ്ടി അടപ്പ് തുറന്നപ്പോഴേക്കും പുറകിൽ നിന്നൊരൊറ്റ കല്ല്, അതായത് വലിയൊരു ചുടുകട്ട വന്ന് ഈ റോഷൻ്റെ കയ്യിൽ കറക്റ്റ് ആ ഒഴിക്കാൻ തുടങ്ങിയ ആ ആസിഡ് ഇരുന്ന കയ്യിലേക്ക് വന്ന് വീണപ്പോഴേക്കും ഇത് നിലത്തേക്ക് പോയി. പിന്നെ ചറ പറന്ന് അവിടെ നിന്ന് ചുടുകട്ടയുടെ ഏറായിരുന്നു. നോക്കുമ്പോൾ ആരാ? നമ്മുടെ രേവതി. അവിടെ കിടന്ന കട്ടകളായ കട്ടകൾ മുഴുവൻ എടുത്ത് ഇവന്മാരെ എറിഞ്ഞോടിക്കും അവിടുന്ന്. അപ്പോൾ
അങ്ങനെ അവന്മാരെ അപ്പോഴേക്കും നാട്ടുകാരെല്ലാവരും കൂടെ കൂടിയിട്ട് അടിച്ച് പാരത്തി ഒരു പരുവാക്കി. അപ്പോഴേക്കും വർഷ ഓടി വന്നു, വർഷയുടെ അടുത്തേക്ക് ഓടി വന്നു രേവതി. വർഷ മോളെ എന്താടാ എന്ന് ചോദിച്ചുകൊണ്ട്, നീ പേടിക്കാതിരിക്കും, ഒന്നുമില്ല എന്നും പറഞ്ഞു അങ്ങനെ ചേർത്ത് പിടിക്കുക. ഇപ്പം നിനക്ക് മനസ്സിലായോ, ജീവിതത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണോ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്നതാണോ നല്ലത്? ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു. ഇപ്പം ഞാൻ നിന്നെ രക്ഷിച്ചു, ഞാനിവിടെ ഇല്ല, നീ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്ന് രേവതി ചോദിക്കുക. അങ്ങനെ വർഷം അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുക. കൂട്ടുകുടുംബം ആകുമ്പോൾ ഇതുപോലെ നമുക്ക് ചുറ്റും എപ്പോഴും ആളുകളും ഒക്കെ ഉണ്ടാകും. നമ്മളെ രക്ഷിക്കാനും സംരക്ഷിക്കാനും സ്നേഹിക്കാനും ഒക്കെ എല്ലാവരും ഉണ്ടാകുമെന്നും പറഞ്ഞു രേവതി വർഷയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് വർഷയുടെ കൂടെ വീട്ടിലോട്ട് ചെല്ലുന്നു. അപ്പോൾ വർഷയും രേവതിയും കൂടെ ഒരു ഓട്ടോയ്ക്കാണ് പോണത്. അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് ചെന്നു. ഈ സമയത്താണെങ്കിൽ വർഷ ഭയങ്കര പകച്ച് നിൽക്കുക, പേടിച്ച് വിറച്ച്. നീ ഇവിടെ ഇരുന്നേ എന്ന് പറഞ്ഞ് രേവതി വർഷയെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തി. എവിടെയാണ് കിച്ചൺ എന്ന് ചോദിച്ചു. അപ്പോഴും ആ ഒരു ഭയങ്കര ടെൻഷനിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഭയത്തിൽ നിന്ന് പിടിവിട്ടിട്ടില്ല നമ്മുടെ വർഷയ്ക്ക്. വർഷം ഇങ്ങനെ പേടിച്ച് വിറച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ അവിടെ. അപ്പോൾ എവിടെയാണ് കിച്ചൺ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ വർഷം ഇങ്ങനെ തലകൊണ്ട് കാണിച്ചു. രേവതി നേരെ അടുക്കളയിലേക്ക് പോയി. അവിടെ ചെന്ന് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് വർഷയ്ക്ക് കൊടുത്തു. അപ്പോഴും വർഷ പേടിച്ച് നിൽക്കുക. നീ ഇങ്ങനെ അതോർത്തിനി വിഷമിക്കരുത്, പേടിക്കരുത് എന്നൊക്കെ രേവതി പറഞ്ഞു കൊടുക്കുക കേട്ടോ വർഷയോട്. വർഷ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. എന്നിട്ട് ഇങ്ങനെ അപ്പോഴും ആ ഒരു ഭയത്തിൽ ഇങ്ങനെ ഇരിക്കുക. വർഷേ നീ അത് മനസ്സിൽ നിന്ന് വിടാൻ പറഞ്ഞു, ഒന്നും പറ്റിയില്ലല്ലോ, സങ്കടപ്പെടല്ലേ. അവനുമായിട്ടാണോ നിന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചിരുന്നതെന്ന് ചോദിച്ചപ്പം അതെന്ന് വർഷം ഇങ്ങനെ തലയാട്ടി കാണിക്കുക. നിശ്ചയിച്ച കല്യാണം നടന്നില്ലെങ്കിൽ വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കുകയല്ലേ വേണ്ടത് എന്ന് രേവതി ചോദിച്ചു. നിന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് അവനെന്ത് കിട്ടാനാണ് എന്നും ചോദിക്കുവാണ് നമ്മുടെ രേവതി. ദ്രോഹി, അവനെ എന്താ ചെയ്യേണ്ടത്? ഓടിപ്പോയി കളഞ്ഞല്ലോ, ഇല്ലെങ്കിൽ ആ ഇഷ്ടിക കൊണ്ട് അവൻ്റെ തലമണ്ട ഞാൻ അടിച്ച് പൊളിച്ചേനെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പറയാം. അപ്പോൾ വർഷം അന്തം വിട്ട് രേവതിയെ നോക്കുവാണേ. ഭാഗ്യത്തിന് നിനക്കൊന്നും പറ്റിയില്ലല്ലോ, നീ വിഷമിക്കല്ലേ എന്നും പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുമ്പോഴും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുക. നീ ഇങ്ങനെ കരയല്ലേ വർഷം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ രേവതി ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് മോളൊന്നും കഴിച്ചു കാണിട്ടില്ലല്ലോ, തൽക്കാലം ഞാനൊരു ചായ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ ചേച്ചി എനിക്കൊന്നും വേണ്ട ചേച്ചി എന്ന് വർഷ രേവതിയോട് പറഞ്ഞു. ഒരു ചായ കുടിക്കാവുന്നേ, എനിക്കും വേണം, മോൾ ഇവിടെ ഇരിക്കുക, ഞാൻ എടുത്തിട്ട് വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ചായ എടുക്കാൻ അടുക്കളയിലേക്ക് പോയി. വർഷം അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചില്ല. രേവതിയെ അവിടെ അടുക്കളയിൽ ഭയങ്കരമായിട്ട് പാചകത്തിന് വേണ്ടി കയറുക. അപ്പോൾ പാലിരിപ്പുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പാലെടുത്ത് ചായയൊക്കെ ഒക്കെ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, പാചകമൊക്കെ ശ്രീകാന്ത് ആയിരിക്കും അല്ലേ? എനിക്കറിയാമെന്നൊക്കെ രേവതി പറയുന്നു. അവൻ്റെ കൂടെ നീയും പാചകം ചെയ്യണം കേട്ടോ, എങ്കിലല്ലേ അതൊക്കെ പഠിക്കൂ എന്നൊക്കെ രേവതി ഇങ്ങനെ വർഷയോട് പറയാം. വർഷ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കും അവിടെ. പിന്നെ ശ്രീകാന്തിനെ ഞാൻ വിളിച്ചായിരുന്നു, അവരിങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞതെന്നൊക്കെ രേവതി അടുക്കളയിൽ നിന്ന് വിളിച്ചു പറയുക. ഇതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ വർഷം അവിടെ ഇരിക്കുക. അപ്പോൾ ഈ തേയിലയും പഞ്ചസാരയൊക്കെ എവിടെ വെച്ചിരിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ രേവതി ചോദിച്ചു പോകും. വർഷയ്ക്ക് ഇത് വല്ലതും അറിയാവോ? അത് പിന്നെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അതൊക്കെ തപ്പി എടുക്കുക കേട്ടോ. അങ്ങനെ രേവതി ചായ ഇടുന്നു, വർഷ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കി വർഷയുടെ അരികിലേക്ക് രേവതി വന്നു. എത്ര കാലം നിങ്ങളിങ്ങനെ രണ്ടുപേരും ഒറ്റയ്ക്ക് ജീവിക്കും? രണ്ടുപേരും ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൻ്റെ വിഷമം എന്താണെന്ന് നിനക്കറിയാവോ? കുടുംബത്തോടൊപ്പം കഴിയുമ്പോൾ സന്തോഷം മാത്രമല്ല, സുരക്ഷിതത്വവും കരുതലും സാന്ത്വനവും ഒക്കെ നമുക്ക് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് ഈ രേവതി പറഞ്ഞു കൊടുക്കുക. എൻ്റെ ഭർത്താവ് എന്നെ വഴക്ക് പറയാറുണ്ട്, എന്നോട് ദേഷ്യപ്പെടാറുമുണ്ട്, ഞങ്ങൾ മിണ്ടാതിരിക്കാറുമുണ്ട്, ഞങ്ങൾ തമ്മിൽ വലിയ വലിയ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. പിന്നെ എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഇപ്പോൾ നമ്മുടെ അമ്മായിയമ്മയാണല്ലോ അല്ലേ എന്ന് രേവതി. വർഷം ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കും കേട്ടോ. നമ്മുടെ അമ്മായിയമ്മയ്ക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, എന്തിനും ഏതിനും എപ്പോഴും എന്നെ കുറ്റം പറയും, വഴക്കും പറയും. അതുകൊണ്ട് ഞാൻ ആ വീട് വിട്ട് എൻ്റെ വീട്ടിൽ പോയി നിൽക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെയും കൂട്ടി ഞാൻ വേറെ വീട്ടിൽ പോയി താമസിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലല്ലോ, എന്ത് നടന്നാലും അതാണ് എൻ്റെ വീട്, എൻ്റെ കുടുംബം, മനസ്സിലായോ എന്ന് ചോദിച്ചു. നീയും അങ്ങനെ തന്നെ ചിന്തിക്കണം മോളെ, അതാണ് നിൻ്റെ വീട്, മനസ്സിലായോ? ഞങ്ങളാ നിൻ്റെ കുടുംബം, അത് നിനക്ക് മനസ്സിലായോ എന്നൊക്കെ രേവതി ഇങ്ങനെ വർഷയോട് ചോദിക്കുവാണ്. വർഷ ഒന്നും മിണ്ടുന്നില്ല. നീ ആ വീട്ടിലേക്ക് വരണം വർഷ, വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമൊന്നും. നിങ്ങൾ അവിടെയാണ് താമസിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നതെങ്കിൽ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ നോക്കിയവൻ വീണ്ടും വരുമെന്നുള്ള കാര്യവും രേവതി പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും അവളൊന്ന് ഞെട്ടി. അവൻ നിന്നെ ഉപദ്രവിച്ചേക്കാം, ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ നിന്റെ കൂടെ കുറേ പേരുണ്ടാവില്ലേ എന്നൊക്കെ രേവതി ഇങ്ങനെ വർഷയോട് ചോദിക്കുക.
അപ്പോൾ അത് കേട്ടപ്പോൾ ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നു. അവന് വരാൻ തീരെ ധൈര്യം കാണില്ല എന്നും പറഞ്ഞു. ഒന്നുകിൽ നീയും ശ്രീകാന്തും നിന്റെ വീട്ടിൽ കഴിയുക, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് വരിക. ഇത് രണ്ടൊന്നിൽ ഏതെങ്കിലും ഒന്ന് തീരുമാനിച്ചേ പറ്റുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ കാര്യം അച്ഛനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. നിങ്ങൾ അങ്ങോട്ട് വരാൻ തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും നിന്നെ നന്നായിട്ട് തന്നെ നോക്കും. അപ്പോൾ അതൊക്കെ എനിക്ക് അറിയാം. പക്ഷേ ഞാൻ എന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ വർഷ ഇരിക്കുന്നു. അപ്പോഴും ഒരു പക്ഷയ്ക്ക് അവിടെ സ്ഥാനം കൊടുത്തിരിക്കുകയാണ് വർഷ. ചേച്ചിയുടെ ഹസ്ബൻഡ് സച്ചി എന്നിങ്ങനെ പറഞ്ഞപ്പോൾ സച്ചേട്ടൻ വീട്ടിലുണ്ടായാലും എന്താ കുഴപ്പം, അദ്ദേഹം എന്താ മനുഷ്യനല്ലേ എന്ന് രേവതി അന്നേരം വർഷയോട് ചോദിക്കുക കേട്ടോ. അപ്പം ദേഷ്യം വന്നാൽ മനസ്സിൽ വെക്കില്ല സച്ചേട്ടൻ, അത് പ്രകടിപ്പിക്കും. ദേഷ്യം കൊണ്ടാ അദ്ദേഹം അങ്ങനെയൊക്കെ പെരുമാറിയത്, അല്ലാതെ മറ്റൊന്നുമല്ല. നീ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ടുള്ള പ്രശ്ന വർഷ. സച്ചേട്ടനെ പോലെ നല്ലൊരു മനുഷ്യനെ നീ വേറെ കണ്ട് കാണില്ല എന്നും രേവതി വർഷയോട് പറഞ്ഞു. അദ്ദേഹം ശ്രീകാന്തിനെ തല്ലി എന്നെ വഴക്കു പറയുകയൊക്കെ ചെയ്തില്ലേ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് എന്ന് പറഞ്ഞാൽ സച്ചേട്ടനെ ജീവന, അത്രയ്ക്കിഷ്ടമായിരുന്നു സച്ചേട്ടൻ അവനോട്. ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ മനസ്സിലുള്ള വിഷമം കൊണ്ടാണ് അദ്ദേഹം അങ്ങനെയൊക്കെ പെരുമാറുകയും തല്ലുകയും ഒക്കെ ചെയ്തത്. അതെന്താ നീ മനസ്സിലാക്കാത്തത്? നീ പുറത്ത് കാണുന്നത് പോലെയൊന്നും അല്ല സച്ചേട്ടൻ, അകത്ത് നല്ലൊരു ഹൃദയം സച്ചേട്ടൻ ഉണ്ട് എന്ന് രേവതി അന്നേരം പറഞ്ഞു കൊടുക്കും കേട്ടോ വർഷയോട്. അത് നിറയെ സ്നേഹവും മനുഷ്യപ്പറ്റും ഒക്കെയാണെന്നും രേവതി അന്നേരം പറഞ്ഞു കൊടുക്കണം. പിന്നെ അച്ഛനെന്ന് പറഞ്ഞാലേ ജീവന് അദ്ദേഹത്തിന്. അച്ഛനെ സങ്കടപ്പെടുത്തിയിട്ടൊന്നും അദ്ദേഹം ചെയ്യില്ല എന്നും നമ്മുടെ രേവതി പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും അദ്ദേഹം സംരക്ഷിക്കുകയും ചെയ്യുമെന്ന കാര്യവും രേവതി പറയുവാണ്. സച്ചേട്ടനെ നീ ഒന്നും പേടിക്കണ്ട, അദ്ദേഹം എങ്ങനെയുള്ള ആളാണെന്ന് വീട്ടിൽ വന്നു കഴിയുമ്പോൾ നിനക്ക് മനസ്സിലായിക്കോളൂ എന്നും രേവതി പറഞ്ഞു. അയ്യോ ചായ തിളച്ച് കാണുമെന്ന് പറഞ്ഞ് രേവതി അടുക്കളയിലേക്ക് ഓടുന്നു ചായ എടുക്കാൻ. അവിടെ ചെന്ന് 2 കപ്പിൽ 2 പേർക്കും ചായയൊക്കെ എടുത്ത് നമ്മുടെ രേവതി ഇങ്ങനെ വരുന്നു. രേവതി ഉണ്ടാക്കിയ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി നമ്മുടെ വർഷയ്ക്ക്. വർഷ എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക ആ ചായയും കുടിച്ച്. അപ്പോഴും വർഷയുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകളാണ്. വർഷ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതി വിളിച്ചപ്പോഴേക്കും പറന്നു വന്നു നമ്മുടെ ശ്രീകാന്ത്. വർഷ എന്നും പറഞ്ഞ് വിളിച്ച് ഓടി വന്ന് വർഷ നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിക്കുക. അപ്പോഴേക്കും വർഷ ഭയങ്കര കരച്ചിൽ ശ്രീകാന്തിൻ്റെ നെഞ്ചിലേക്ക് കിടന്ന്. സങ്കടപ്പെടല്ലേ, വിട്ടുകളാ, നിങ്ങൾ കരയല്ലേ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വർഷയെ സമാധാനിപ്പിക്കുക ശ്രീകാന്ത്. അപ്പം ഞാൻ പേടിച്ചു പോയി ശ്രീകാന്ത് എന്നും പറഞ്ഞു വർഷ. ആ റാസ്കൽ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല, അവൻ എൻ്റെ കൈ കിട്ടിയാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ദേഷ്യപ്പെടുക. അവൻ ഇനിയും വരും, എന്നെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയാണ് വർഷയ്ക്ക്. അപ്പം എനിക്ക് പേടിയാവുകയാണെന്ന് പറഞ്ഞപ്പോൾ നീ ഭയപ്പെടാതിരിക്കുക, ഞാനല്ലേ നിൻ്റെ കൂടെ ഉള്ളേ, നീ എന്തിനാ വിഷമിക്കണേ എന്ന് ചോദിച്ചുകൊണ്ട് സമാധാനിപ്പിക്കുക. അപ്പോൾ വർഷയ്ക്കാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനും പേടിയും ഒക്കെ. അപ്പോൾ രേവതി ചേച്ചി അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അവൻ എൻ്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചേനെ എന്നുള്ള കാര്യമൊക്കെ വർഷ ഇങ്ങനെ പറഞ്ഞു. ചേച്ചിയെ എന്നെ രക്ഷിച്ചതെന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ അന്തം വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്ക് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വന്നു. അതായത് ഗ്ലാസ്സൊക്കെ കൊണ്ടുവച്ചിട്ട് രേവതി വന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത്. ആ ചേച്ചിയെ കണ്ട് നിറഞ്ഞ കണ്ണോടെ നിറഞ്ഞ ചിരിയോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന നമ്മുടെ ശ്രീകാന്തിനെയും അതുപോലെ അനിയനെ സ്നേഹത്തോടെ നോക്കി നിൽക്കുന്ന ചേച്ചിയെയും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിക്കാൻ ഷേക്ക് കെയർ. ബൈ ബൈ.